എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് പോകാം. വാഷിങ്ടൺ DC നിന്ന് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് പോകുമ്പോഴത്തേക്കും ഡെൽവർ, മെരിലാൻഡ്, പെൻസിൽവേനിയ, ന്യൂജേഴ്സി ഈ സംസ്ഥാനങ്ങൾ, ഈ സ്റ്റേറ്റുകൾ കടന്നിട്ടാണ് ന്യൂയോർക്ക് സിറ്റിയിലെത്തുന്നത്. വാഷിങ്ടൺ DCയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് തന്നെ ഏതാണ്ട് ഭൂപ്രകൃതി മാറിക്കൊണ്ടിരിക്കും. റോഡിൻ്റെ രണ്ട് സൈഡിലും വളരെയധികം ഉയരത്തിലുള്ള വൃക്ഷങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല മഴ കിട്ടുന്ന സ്ഥലമാണ്. ഏതാണ്ട് ഈ മെരിലാൻഡ് കഴിയുമ്പോൾ തന്നെ ഭൂപ്രകൃതി കംപ്ലീറ്റ് മാറിയിട്ട് ഇവിടെ വലിയ വലിയ നിലങ്ങളാണ്, വലിയ വലിയ പാടങ്ങളാണ് അവിടെ ഉള്ളത്. ശരിക്കും നമ്മുടെ കുട്ടനാടൻ വയലേലകളെ അനുസ്മരിക്കുന്ന രീതിയിൽ നല്ല ഹരിതാപമാർന്ന നീണ്ടു നിവർന്ന് കിടക്കുന്ന നിലങ്ങളാണ്. അത് മിക്കവാറും ചോളപ്പാടം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചുവെങ്കിലും പിന്നെ അവിടെ റോഡിൻ്റെ സൈഡിൽ നിർത്താൻ നിർവാഹമില്ല. അതുകൊണ്ട് ബാക്കിയുള്ളത് എന്താണെന്ന് മനസ്സിലായില്ല. ഈ സൈഡിൽ കണ്ട വീടുകളുമെല്ലാം ഏതാണ്ട് കർഷകരുടെ ഭവനങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ സൈഡിൽ കാർഷിക യന്ത്രങ്ങൾ കാണാൻ സാധിച്ചു. അങ്ങനെ യാത്ര ചെയ്ത് ന്യൂയോർക്ക് സിറ്റിയിലെത്തി. ന്യൂയോർക്ക് സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഹഡ്സൺ നദിയുടെ തീരത്താണ്. ഹഡ്സൺ നദി എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഭാരതപ്പുഴയോ അല്ലെങ്കിൽ പെരിയാറിനുമായിട്ട് സാമ്യമുള്ളതല്ല. ഇതേതാണ്ട് ഒരു ബ്രഹ്മപുത്രയ്ക്ക് സമാനമായിട്ടുള്ളതാണ്. ഹീർ പറഞ്ഞാണ് ബ്രഹ്മപുത്രയെ പറയുക. ഇതും അതുപോലെ വളരെ ടർബുലൻ്റ് ആയിട്ടുള്ള ഒരു റിവർ, ഏതാണ്ടൊരു സമുദ്രത്തിന് സമാനമായിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ യാത്ര ഏതാണ്ട് ഒരു 4 മണിക്കൂർ ഡ്രൈവ് എടുത്തു. ദൂരം ഏതാണ്ട് ഒരു 350-400 ചെല്ലാനും കിലോമീറ്റർ ദൂരം വരും. അപ്പോൾ ഈ ഒരു ഷിപ്പിലാണ് ഞങ്ങൾ യാത്ര നടത്തിയത് അവിടെ. അപ്പോൾ അതുകൊണ്ട് ദൂരെ നിന്നുള്ള കാഴ്ചകളാണ്. അപ്പോൾ ആദ്യമായിട്ട് കണ്ടത് ഈ ഭീകരാക്രമണത്തിൽ തകർക്കപ്പെട്ട 2 ട്വിൻ ടവേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഈ ഒരു ടവറിൻ്റെ സ്ഥലത്ത് പുതിയൊരു ടവർ വന്നിട്ടുണ്ട്. അത് ഈ ദൃശ്യങ്ങളിൽ ഏതാണ്ട് മുകളിലേക്ക് ഒരു ആൻറ്റന കാണുന്ന രീതിയിലുള്ള ഒരു കെട്ടിടമാണ്. മറ്റേ സ്ഥലത്ത്, മറ്റേ ട്വിൻ ടവർ നടന്നിരുന്ന സ്ഥലത്ത് ഇപ്പോൾ അത് ജീവൻ നഷ്ടപ്പെട്ട ഏതാണ്ട് ഒരു 2753 പേര് മരിച്ചുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്മൃതി കുടീരമാണ് അവിടെയുള്ളത്. അപ്പോൾ അത് കണ്ടു. അതിനുശേഷം നേരെ അങ്ങോട്ട് പോയിട്ട് പിന്നെ കണ്ടതാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 305 അടി പൊക്കത്തിലുള്ള ഒരു ശില്പം. വലത് കൈയിൽ ദീപശിഖ, പൊട്ടിച്ച ചങ്ങലയും കൈവിലങ്ങിലും ചവിട്ടി മുമ്പോട്ട് ആഞ്ഞു നിൽക്കുന്ന, മുമ്പോട്ടുള്ള ഗമനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശില്പമായിട്ടാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയുടെ ഒന്നല്ല, ഈ ലോകത്തിൻ്റെ തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് വച്ചേക്കുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആൾക്കാരും ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ ഷിപ്പിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ കാഴ്ചകൾ കാണുമ്പോൾ ഏതാണ്ട് വൈറ്റ് ഹൗസ് കാണുന്നതിനേക്കാളും വലിയൊരു സംതൃപ്തി, ആവേശമാണ് എല്ലാവർക്കും ഉണ്ടായത്. അപ്പോൾ ആ കാഴ്ചകളും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതോടുകൂടി ഇന്നത്തെ യാത്ര ഞങ്ങൾ പിന്നെ തിരിച്ച് ഇന്ന് തന്നെ ഞങ്ങൾ പോകണം. തിരിച്ച് ഇന്ന് തന്നെ പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. ബൈ, വീണ്ടും കാണാം.